ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഫീൽഡിൽ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ട് ഈ വീട് പർച്ചേസ് ചെയ്യാൻ പറ്റും? ഞാൻ കണ്ടില്ല, എൻ്റെ ഈ രണ്ട് സൈഡിലേക്ക് കിടക്കുന്ന നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇത് ആ കാണുന്നതാണ് അതിൻ്റെ മെയിൻ റോഡ് എന്ന് പറയുന്നത്. മെയിൻ റോഡിലാണ് ഇതിൻ്റെ ഗേറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള ആക്സസിബിലിറ്റി ഉള്ള ഒരു വീട് കൂടിയാണ് ഈ വീട്. നമസ്കാരം, ഞാൻ എത്തിയിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വെള്ളേക്കടവ് ജംഗ്ഷനിൽ നിന്നും മെയിൻ ജംഗ്ഷനിൽ നിന്നും ഒരു 200 മീറ്റർ മാറി ബെസ്റ്റ് റോഡിൽ നിന്നും വെറും 10 മീറ്റർ മാത്രം മാറിയിട്ട് 3,700 സെന്റിലെ 1,700 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം ഇട്ട ഒരു പുതിയ വീടാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഏകദേശം മുറ്റം എന്ന് പറഞ്ഞാൽ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മുറ്റം. ഇവിടെ ഏകദേശം ഒരു SUV ടൈപ്പ് വണ്ടി കിടക്കുന്നെങ്കിൽ നമുക്ക് ചെറിയ കാറുകളെല്ലാം തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേഷ്യസ് ഉണ്ട്. സ്പേഷ്യസിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. ധാരാളം സ്പേഷ്യസ്, നല്ല വിശാലമായിട്ടുള്ള മുറ്റം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 1-2 കാർ പാർക്കിംഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിനകത്തേക്ക് കയറി വന്നാൽ സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇരിക്കാനായിട്ട് ഈ സൈഡിലേക്ക് ഏകദേശം ഒരു ബെഞ്ച് ടൈപ്പിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഏകദേശം ബ്ലാക്ക് കളർ ഒരു ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് ഒരു വിൻഡോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ചെറിയ ഡിസൈൻ പാറ്റേൺ നോക്കുമ്പോൾ ഒരു പ്രീമിയം ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ കാണുന്ന ഡോറുകൾ കംപ്ലീറ്റ് തന്നെയാണ് പ്ലേവന്തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതൊക്കെ നല്ല അതിമനോഹരമായ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അത്യാവശ്യം നമുക്കൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഈ രീതിയിലേക്ക് ഇങ്ങനെ ഒരു എൽ മോഡലിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഇട്ടാൽ തന്നെ നമുക്ക് ഇവിടെ ഒരു TV പോയിന്റ് കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് ഒക്കെ നല്ല രീതിയിലേക്കുള്ള ഡിസൈൻ പാറ്റേണുകളിൽ ബോർഡ് വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയൽ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആയി കിടക്കുകയാണ്. ഇന്റീരിയൽ വർക്കൊക്കെ വളരെ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രീമിയം ടൈപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ പ്രീമിയം ടച്ച് തോന്നുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഫുള്ളും ഇന്റീരിയൽ വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് ഒറ്റ ഹാളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ ഡൈനിങ് സ്പേസ് ആയിട്ട് വരുന്നത്. ഡൈനിങ് സ്പേസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ തന്നെ വാഷ് ബേസിനെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലേക്കുള്ള ഇന്നത്തെ ഒരു മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ മോഡേൺ പാറ്റേൺ ഒക്കെ തന്നെയാണ് ഈ രീതിയിലേക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെ മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇൻവെർട്ടറൊക്കെ വയ്ക്കാനൊക്കെ തന്നെ ഈ സ്റ്റെയർ കേസിന്റെ അടിയിലും ധാരാളം സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളായിട്ടാണ് ഈ ഇത് കൊടുത്തിട്ടുള്ളത്. താഴത്തെ ബെഡ്റൂം സൈസ് ഒക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് ഏകദേശം ഒരു 3,700 സെന്റ് ചെയ്തിരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എഫക്ട് ചെയ്യാത്ത രീതിയിലേക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെയാണ് ബെഡ്റൂം സൈസ് ഒക്കെ ഉള്ളത്. മുകളിലത്തെ ഇന്റീരിയൽ ഡിസൈൻ ഒക്കെ തന്നെ പ്രീമിയം ടച്ച്, ഒരു ക്ലാസിക് ഓവർ ആയിട്ടുള്ള ഒരു നമുക്ക് ഡിസ്റ്റർബൻസ് തോന്നുന്ന രീതിയിലേക്കുള്ള കളർ പാറ്റേൺ ഒന്നും കൊടുത്തിട്ടില്ല. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. ബാത്റൂം സൈസും ഒക്കെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം സൈസ് ആണ്. എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ കിച്ചണിലേക്ക് കയറുമ്പോൾ താഴത്തെ ഫ്ലോർ കിച്ചണിലേക്ക് കയറുമ്പോൾ 2 ടൈപ്പ് വർക്ക് ഏരിയ കിച്ചണുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും അതിവിശാലമായിട്ടുള്ള കിച്ചൺ ഏരിയ തന്നെ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രോബ്ലംസും ഇല്ല. അത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുകൾ തന്നെ ധാരാളം കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ തന്നെ കൊടുത്തിട്ടുള്ളത്. അതൊരു കളർ പാറ്റേണോ അല്ലെങ്കിൽ ഒരു ഗ്രിപ്പുള്ള ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എന്തായാലും വ്യത്യസ്തമായ ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വിൻഡോയെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും ആ പാറ്റേൺ ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം കിച്ചണിൽ നിന്ന് നമുക്ക് വർക്ക് ഏരിയ ഒരു ഓപ്പൺ ടൈപ്പ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, അതൊരു കിച്ചൺ ആണെങ്കിൽ ഇതൊരു വർക്ക് ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ കിണറും പൈപ്പ് ലൈനും അവൈലബിലിറ്റി ആണ് കേട്ടോ. കോർപ്പറേഷൻ വാട്ടറും ഉണ്ട്. വീട്ടിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കിണറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ മുകളിലത്തെ ഫ്ലോറിലേക്ക് 2 ബെഡ്റൂമും ഹോളും സിറ്റ് ഔട്ട് ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈലിലാണ് നമുക്ക് ഇതിന്റെ സ്റ്റെയർ കേസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. സൈഡ് പാറ്റേൺ കംപ്ലീറ്റ്, ഹാൻഡിൽ കംപ്ലീറ്റ് ഒരു ഗ്ലാസും സ്റ്റീലും ആണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മുകളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ. അവിടെയും നല്ല മനോഹരമായ രീതിയിലേക്കുള്ള ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു പ്രീമിയം ടച്ച് തോന്നിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന 2 ബെഡ്റൂമുകളാണ് വരുന്നത്. അതിലേക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ബെഡ്റൂം സൈസും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ല ക്ലാസ് ആയിട്ട് തന്നെ ഇന്ത്യൻ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് കളർ പാറ്റേൺ ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. നമുക്ക് വേറെ യാതൊരു പ്രോബ്ലംസും ഇല്ല. നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ആ രീതിയിലേക്കും നല്ല കളർ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല രീതിയിലേക്കുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്.
അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൂടിയിട്ടാണ് എല്ലാ ബെഡ്റൂംസുകളും കൊടുത്തിട്ടുള്ളത്. ബാത്റൂംസിന്റെ സൈസുകളായാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതും അത്യാവശ്യം ക്ലാസ് ലുക്കിൽ തന്നെയാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫുൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ അത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴെ അതിമനോഹരമായ രീതിയിലേക്കുള്ള ബെഡ്റൂം സൈസ്, അവിടെയും കളർ പാറ്റേൺ ഒക്കെ നമുക്ക് നോർമലി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന രീതിയിലേക്കുള്ള കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഡിസൈനൊക്കെ ആയാലും മറ്റു റൂമുകളിൽ കണ്ട അതേ പാറ്റേൺ റിലേറ്റഡുള്ള ഒരു ക്ലാസ് ആയിട്ടുള്ള ഇന്ത്യൻ ഡിസൈനിങ്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും കൊടുത്തിട്ടില്ല. നല്ല രീതിയിലേക്കുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം ആയാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സൈസ് ആണ്. അപ്പൊ മുകളിലത്തെ ഫ്ലോറിലെ സിറ്റ് ഔട്ട് ഏരിയയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു ബാൽക്കണി ഏരിയ എന്ന് തന്നെ പറയാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, നമുക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെടികളൊക്കെ വെക്കാനുള്ള ഓപ്ഷൻസോട് കൂടിയിട്ടുള്ള ഒരു നല്ല ഒരു രീതിയിലേക്കുള്ള ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുള്ള. റെസിഡൻഷ്യൽ ഏരിയയുടെ കാര്യത്തിലാണെങ്കിൽ ഹൈ റെസിഡൻഷ്യൽ ഏരിയ, മെയിൻ റോഡിൽ നിന്ന് വെറും 10 മീറ്റർ പോലും ഇല്ല. ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ജസ്റ്റ് നടക്കാനുള്ള മൂന്നാമത്തെ വീടായിട്ടാണ് ഇത് വരുന്നത്. മെയിൻ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് 200 മീറ്ററിനകത്തായതുകൊണ്ട് തന്നെ ഏത് സമയത്തും ബസ് ആശ്രയിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് വണ്ടി സൗകര്യമായാലും അതിലൊന്നും യാതൊരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിലുള്ള ഈസി ആയിട്ടുള്ള വാഹന സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് മുകളിൽ സ്റ്റെയർ കേസിലേക്ക് പോകാനായിട്ടുള്ള ഇവിടെ നല്ല രീതിയിലേക്കുള്ള ഒരു മാക്സിമം സ്ഥലം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സ്റ്റെയർ കേസ് ചെയ്തുകൊണ്ട് നമുക്ക് മുകളിലേക്ക് ചെയ്യാനുള്ളത്. ഓപ്പൺ ടൈപ്പ് ടെറസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഫീൽഡിൽ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ട് ഈ വീട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടില്ല, എൻ്റെ ഈ രണ്ട് സൈഡിലേക്ക് കിടക്കുന്ന നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇത് ആ കാണുന്നതാണ് അതിന്റെ മെയിൻ റോഡ് എന്ന് പറയുന്നത്. മെയിൻ റോഡിലാണ് ഇതിന്റെ ഗേറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു ആക്സസിബിലിറ്റി ഉള്ള ഒരു വീട് കൂടിയാണ് ഈ വീട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. എനിക്ക് ഈ വീട് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോകളിലും എനിക്ക് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് പേഴ്സണലി നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ തോന്നിയെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് കുറഞ്ഞ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ വീടാണ്. നമുക്ക് റോഡ് സൗകര്യം അല്ലെങ്കിൽ ബസ്സൊക്കെ ആശ്രയിക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാം. കാരണം മെയിൻ റോഡിലേക്ക് പോയാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ സാധനങ്ങളും മേടിക്കാനായിട്ട് 200 മീറ്ററേ ഉള്ളൂ. മെയിൻ റോഡിൽ നിന്ന് ഞാൻ പറഞ്ഞ 10 മീറ്റർ അകത്താണ്. അപ്പം വട്ടിയൂർക്കാവ്, വാഴോട്ട് കോണം, അല്ലെങ്കിൽ പുളിയറക്കോണം, ഏഷ്യാനെറ്റ്, തെർമോ പിൻബോളൊക്കെ ബേസ് ചെയ്തിട്ട് വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻസ് ഉള്ള വീടാണ്. 3,700 സെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. 1,700 സ്ക്വയർ ഫീറ്റ് ആണ്. 3 ബെഡ്റൂമാണ്. ഒരു ബ്രാൻഡ് ന്യൂ വീടാണ്. ഈ ലുക്കിന്റെ കാര്യത്തിലൊക്കെ വളരെ ക്ലാസ് ആയിട്ടുള്ള ലുക്ക്, ഒരു ക്ലാസ് ലുക്ക് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഡിസൈനിന്റെ കാര്യത്തിലൊക്കെ വളരെ രീതിയിലും വാഹനം പാർക്ക് ചെയ്യുന്ന കാര്യത്തിലോ വാഹന ആക്സസ് നോക്കിയാലും എന്തുകൊണ്ട് നല്ല രീതിയിലേക്കുള്ള വീടായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ബഡ്ജറ്റ് കുറഞ്ഞവർക്ക് ഞാൻ എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വീടാണെന്ന് പറഞ്ഞു. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് വെറും 75 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് വീഡിയോ കാണുന്നതിനെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തതിന്റെ വീഡിയോ ശ്രമിക്കുക.